ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. പലരുടെയും ആശങ്കയ്ക്കുള്ള മറുപടിയാണ്. അത് മറ്റൊന്നുമല്ല, +2 കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞതിന് പിന്നാലെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് 17-ാം തീയതിയിലെ ഗണിതം പരീക്ഷ, മാത്തമാറ്റിക്സ്, +2 മാത്തമാറ്റിക്സ് ആണ്. ഇതിനോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികൾക്കും പേടിയുള്ള ഒരു സബ്ജക്റ്റാണ് മാത്സ്. ടു ബി ഫ്രാങ്ക് പറയുകയാണ് എങ്കിൽ, അപ്പോൾ നമ്മുടെ +1ലും മാത്സിന് മാത്രം ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന ഒരുപാട് പേരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡബിൾ ടാസ്ക് ഉണ്ട്, ആ ഒരു സംഭവം വരുന്നുണ്ട്. അതുപോലെ തന്നെ +2 മാത്സ് ചിലപ്പോൾ ഒരു ചില പോർഷൻസ് ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുക. അതിനിടയിലാണ് ഈ +2 കെമിസ്ട്രി പരീക്ഷ ഇത്രയും ടഫാക്കിയതിന് പിന്നാലെ ഇനി വരുന്ന മാത്തമാറ്റിക്സ് പരീക്ഷയും കണക്ക് പരീക്ഷയും പണി തരുമോ, പാടാക്കുമോ, ടഫാകുമോ എന്നൊക്കെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ ആശങ്കകൾ. കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് പറയുവാനുള്ളത് തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് പല വിദ്യാർത്ഥികളും രംഗത്ത് വരികയുണ്ടായി. അതിനെതിരെ വലിയ തരത്തിലൊരു ക്യാമ്പയിൻ തന്നെ നടക്കുകയുണ്ടായി. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിൽ കൂടുതൽ ടഫിലേക്ക്, അതായത് വിദ്യാർത്ഥികളുടെ മാർക്ക് വളരെയധികം എടുക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ മാത്തമാറ്റിക്സ് പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ്. അത് ഈ പറഞ്ഞ പോലെ കൂടുതൽ മാർക്കിനുമാണ്, കൂടുതൽ കണ്ടന്റുകളുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. അത് വേറൊരു തരത്തിൽ അപ്രോച്ച് ചെയ്യേണ്ട പരീക്ഷയോടെയാണ്. അത് എങ്ങനെയായിരിക്കും? പരീക്ഷ കടുപ്പം തന്നെ ആയിരിക്കും എന്ന വാർത്തകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും കടുപ്പമാകില്ല. എന്തായാലും ഇത്തവണത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുമ്പോൾ ഗണിത വിഷയങ്ങൾ, അതായത് മറ്റ് സയൻസ് വിഷയങ്ങൾ ഉൾപ്പെടെ തന്നെ മാത്തമാറ്റിക്സും ഒരു തരത്തിൽ ടഫാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, അതായത് സാധാരണ ലെവലിലല്ല, ഒരു നിലവാരം കുറച്ച് കൂട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെ പലർക്കും പരീക്ഷ കണ്ടു പരിചിതമില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ വൈസ് തന്നെ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ വരുന്നു എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാമെന്നാണ് ഓരോ വിദ്യാർത്ഥിയും നോക്കേണ്ടത്. അപ്പോൾ പരീക്ഷ ഒരു പക്ഷേ കുറച്ച് ലെവൽ കൂടി വരുമ്പോൾ പോലും എങ്ങനെ നമുക്ക് അതിനെ ഈസിയാക്കി എടുക്കാം എന്ന തരത്തിൽ വേണം ഈ അവസാന നിമിഷം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ, റിവൈസ് ചെയ്യുമ്പോൾ, റിവിഷൻ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടാണെങ്കിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ രീതിയിലൊരു അപ്രോച്ച് കൂടി ഉണ്ടാകണം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ആരാണെന്നറിയോ? ഈ ടോപ്പേഴ്സ് സ്റ്റുഡൻസ്, ഈ ഫുൾ മാർക്ക് A+ ഒക്കെ കണ്ട് സ്വപ്നം കണ്ട് നിൽക്കുന്നവരെ പോലും ഒരു തരത്തിൽ പരീക്ഷിച്ച ഒരു പരീക്ഷയായിരുന്നു കെമിസ്ട്രി പരീക്ഷ. ഇതുപോലെ മാത്തമാറ്റിക്സും വരികയാണ് എങ്കിൽ ഇത് സാധാരണ പാസ് മാർക്കിന് വേണ്ടി പഠിക്കുന്നവരെയും അതുപോലെ തന്നെ ടോപ്പേഴ്സിനെയും ബാധിക്കുന്ന തരത്തിൽ അതിന്റെ മാർക്ക് എഴുതിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരു പരീക്ഷ നമുക്കറിയാം, സാധാരണ ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയെയും ടോപ്പേഴ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പല ഘട്ടത്തിലുള്ള സ്റ്റുഡൻസിനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകണം. മാത്തമാറ്റിക്സ് പരീക്ഷ അപ്രകാരം ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നിങ്ങൾ മുൻകരുതി ഇരിക്കേണ്ടത്, ഇത്തരത്തിലൊരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ വന്നാൽ പോലും അതിൽ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ചില ട്രിക്കുകൾ, അതിനെ എങ്ങനെ നമുക്ക് സമയത്തിനനുസൃതമായിട്ട് എഴുതി തീർക്കാം, പഠിച്ചു വെച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ പോകാവൂ. പരീക്ഷ വളരെ എളുപ്പമായിരിക്കില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചന കഴിഞ്ഞ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് പേടിപ്പെടുത്തലോ ആശങ്കപ്പെടുത്തലോ അല്ല, ഒരു മുൻകരുതലാണ്. അതിനനുസരിച്ച് പഠിക്കുക. വരുന്ന വീഡിയോകളിൽ നമ്മുടെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മറ്റു ചില ട്രിക്സും ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായി എങ്കിൽ ഫോളോ ചെയ്യുക.